തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളെ കണ്ട് ലോകത്തിന് മനസ്സിലാകണം. ലോകത്തെ കണ്ട് ലോകത്തിന് പറയല്ല നമ്മൾ പോകേണ്ടത്. ഒരു ദൈവവൈതലൊരു വിശ്വാസി, നമ്മളിലുള്ള എല്ലാ മനുഷ്യരിലും നന്മകളുണ്ട്, എല്ലാ വ്യക്തി ജീവിതങ്ങളിലും നന്മകളുണ്ട്. നമ്മുടെ നന്മ കണ്ട് ലോകം ആ നന്മ, അതുകൊണ്ടാണ് അങ്ങനെയാണ് ഇത് പകരപ്പെടുന്നത്. ലോകത്തിലെല്ലാം ഇത് പകരപ്പെടുന്നതാണ്. എല്ലാ നന്മയും തിന്മയും എല്ലാം പകരപ്പെടുന്നതാണ്. നന്മയും ഇതുപോലെ പകരപ്പെടും. ഓരോരോ കാര്യങ്ങൾ പകരപ്പെടാൻ സാധിക്കുന്ന അവിടെയാണ്. അതുകൊണ്ട് ഹാവ് സോൾട്ട് ഇൻ യുവേഴ്സസ്, നമ്മളിലുള്ള ആ ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്നതുകൊണ്ട് രസം വരുത്താം. യേശു ചോദിച്ചു, ഉപ്പ് നല്ലത് തന്നെ, അത് കാരമില്ലാതെ പോയാൽ നമ്മളെ പ്രിസർവ് ചെയ്യുന്നതാണ്. ക്രൈസ്റ്റ് ഫോർ ഓൾവേസ് ആർ ടു ബി പെർമീറ്റഡ് വിത്ത് ദ പ്രിസർവിങ് പവർ. ഒരു ശക്തിയിൽ നിലനിർത്തുന്നതാണ്, പ്രിസർവ് ചെയ്ത് വെക്കുന്നതാണ് ഉപ്പ്. പണ്ട് കാലത്ത് കയറ്റുമതിക്ക് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഇറച്ചിയും മീനുമൊക്കെ പണ്ട് കൊണ്ടുവന്ന് ഉപ്പിനകത്തിട്ടാണ്. അന്ന് AC ഒന്നുമില്ല. അപ്പോൾ ഈ എയർ കൂളറും എയർ കണ്ടീഷണറും ഫ്രിഡ്ജും അതൊന്നും ഇല്ലാത്ത കാലത്ത് അത് കേടാകാതെ അവിടെ ചെല്ലും. അപ്പോൾ അതിനെ സ്വാധീനിച്ച് പ്രിസർവ് ചെയ്ത് വെക്കുന്നതായ പോലെ നമ്മളുടെ നന്മ അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കണം. അനേക ഭക്തന്മാരുടെ ഓട്ടോബയോഗ്രഫി എഴുതുന്ന അതിനാണ്. അനേകരുടെ ജീവിത ചരിത്രം എഴുതുന്നതിനാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ വശങ്ങളിൽ, ജീവിതത്തിൻ്റെ ക്രമീകരണങ്ങളിൽ കർത്താവ് ഇന്നും വഴി നടത്തുന്നു, കർത്താവ് ഇന്നും ബലപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നമ്മുടെ ഇൻഫ്ലുവൻസ് ഗുഡ് ഫോർ ദ വേൾഡ്. ലോകത്തിൻ്റെ നന്മയ്ക്ക് നമ്മുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഈ വചനത്താൽ നിങ്ങൾ ധന്യരാകുമ്പോൾ, ഈ വചനത്താൽ നിങ്ങൾ ബലപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രവർത്തിക്കട്ടെ. കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് ലോകത്തിന് മുമ്പിൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നുവെന്ന് കർത്താവ് പറഞ്ഞല്ലോ. ലോകത്തിന് വെളിച്ചമാകുന്നുവെന്നും ഉപ്പാകുന്നുവെന്നും പറഞ്ഞതുപോലെ ലോകത്തിന് രുചി വരുത്തുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കൃപയെ ആവരിച്ചാട്ട്. കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന ലോകമെമ്പാടുകളെല്ലാം പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്തു. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബെഡിനായിട്ടുള്ളവർ, ഏകാന്തതയിൽ കഴിയുന്നവർ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, വിശ്രമജീവിതം നയിക്കുന്നവർ, വഴിയോരങ്ങളിൽ കഴിയുന്നവർ, ഏവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരുടെ പേരും ദൈവീയ സ്വാന്നിധ്യം, ദൈവീയ ശക്തി കൊണ്ടവർ നിറയട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലസ് യു.